അടുത്തതായിട്ട് 68ാമത്തെ ശ്ലോകം. അർച്ചിഷ്മാൻ അർത്ഥിത കുംഭോ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധോ അപ്രതിരഥ പ്രദ്യുമ്നോ അമിത വിക്രമ. ഇതിലെ നാമങ്ങൾ അർച്ചിഷ്മാൻ, അർച്ചിത, കുംഭ, വിശുദ്ധാത്മാ, വിശോധന, അനിരുദ്ധ, അപ്രതിരഥ, പ്രദ്യുമ്ന, അമിത വിക്രമ. ഇങ്ങനെ 9 നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ ഉള്ളത്. അതിലെ ആദ്യത്തെ നാമം 639ാമത്തെ നാമം അർച്ചിഷ്മാൻ. അർച്ചിഷ്മാൻ, അർച്ചിസോട് കൂടിയവൻ ആണ് അർച്ചിഷ്മാൻ. അർച്ചിസ് എന്ന് പറഞ്ഞാൽ പ്രകാശം, പ്രകാശത്തോട് കൂടിയവൻ എന്നാണ് അർച്ചിഷ്മാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഭാഷ്യകാരൻ പറയുന്നു, ഭഗവാന്റെ ഗൂഢപ്രവാഹം എന്നത് അകത്തും പുറത്തുമുള്ള ചക്ഷുക്കളെ തുറക്കാൻ പാകത്തിന് അതിശയമായ തേജസ്സോട് കൂടിയതാണ് എന്നതിനാൽ അർച്ചിഷ്മാൻ എന്ന് നാമം. ഭഗവാൻ പ്രകാശസ്വരൂപിയാണ്. ഭഗവാന്റെ ഗൂഢപ്രവാഹം എന്നത്, ഗൂഢപ്രവാഹം എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടുള്ള പ്രവാഹം, മാനിഫെസ്റ്റേഷൻ എന്നാണ് അർത്ഥം. അതായത് ഈ കാണുന്ന പ്രപഞ്ചം തന്നെയാണ് ഭഗവാന്റെ മാനിഫെസ്റ്റേഷൻ, പ്രവാഹം. അത് ഗൂഢമാണ്. നേരത്തെ നമ്മൾ കേട്ടു, അതായത് ഭഗവാൻ ഏറ്റവും അറിയാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളവനാണ്. കാരണം പക്ഷെ ഭഗവാൻ നമ്മളുടെ ഏറ്റവും അടുത്തുള്ളവനാണ്, പക്ഷെ അറിയാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളവനും ആണ്. കാരണം അത് ഗൂഢമാണ്, അത് ഒളിഞ്ഞിരിക്കുന്നതാണ്. ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ഈ പ്രവാഹം എന്നത്, ഭഗവാന്റെ ആ പ്രവാഹം എന്നുള്ളത് ഈ കാണുന്ന പ്രപഞ്ചമായി തീർന്നിട്ട് എല്ലാത്തിൻ്റെയും അകത്ത് രഹസ്യമായിട്ട് ഇരിക്കുന്ന ആ ഭഗവാന്റെ ആ സ്വരൂപം എന്നുള്ളത് അകത്തും പുറത്തുമുള്ള ചക്ഷുക്കളെ തുറക്കാൻ പാകത്തിന് അതിശയമായ തേജസ്സോട് കൂടിയതാണ്. ഭഗവാന്റെ ആ പ്രവാഹം എന്ന് പറയുന്നത് അത്യന്തം തേജസ്സോട് കൂടിയതാണ്, പ്രകാശിക്കുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പും ഇനിയും ഭഗവാനെ കുറിച്ച് എപ്പോഴൊക്കെ പറയുന്നുവോ അപ്പോഴൊക്കെ പ്രകാശരൂപനാണ് എന്ന് പറയും. മുഴുവൻ പ്രകാശമാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, അതായത് ഒരു ജീവൻ മരണത്തിന് ശേഷം ഭഗവാന്റെ അനുഗ്രഹമുള്ള ഭഗവത് ഭക്തനാണ് എങ്കിൽ അയാൾ വൈകുണ്ഠത്തിലേക്ക് പോകുന്നുവെന്നാണ് ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തിൽ പറയുന്നത്. ഈ ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ടുള്ള ഈ ഭക്തന്റെ ജീവൻ മുകളിലേക്ക്, അതായത് വൈകുണ്ഠത്തിലേക്ക് പോകുന്നത് ഒരു ഗതിയിലൂടെയാണ്, ഒരു വഴിയിലൂടെയാണ്. ആ വഴിയെ പറയുന്ന പേര് അർച്ചിരാതി ഗതി എന്നാണ്. 2 തരത്തിലുള്ള ഗതികളുണ്ട്, അർച്ചിരാതി ഗതി, ധൂമഗതി. ധൂമഗതി എന്ന് പറയുന്നത് ധൂമഗതിയിലൂടെ പോയ ഒരു ജീവൻ തിരിച്ച് പിതൃലോകത്ത് ചെന്ന് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ, അല്ലെങ്കിൽ തിരിച്ച് ഈ ലോകത്തിലേക്ക് തന്നെ വരുന്നു എന്നും, അർച്ചിരാതി ഗതിയിലൂടെ പോയ ഒരു ജീവൻ വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാനോട് ഐക്യം പ്രാപിക്കുന്നു എന്നുമാണ് ശ്രീവൈഷ്ണവരുടെ ദർശനം. അപ്പൊ അത് അർച്ചിസാണ്, മുഴുവൻ പ്രകാശത്തോട് കൂടിയിട്ടുള്ള വഴിയാണ്. ഇവിടെ അതിശയമായിട്ടുള്ള തേജസ്സോട് കൂടിയവനാണ് ഭഗവാൻ. എങ്ങനെയുള്ളത്? അത് ഓരോരുത്തരുടെയും, ഓരോ ജീവന്റെയും അകത്തും പുറത്തും ഉള്ള കണ്ണുകളെ, നമുക്ക് അകക്കണ്ണ് എന്നൊന്ന് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നഗ്നനേത്രങ്ങൾ പോലെയല്ലാതെ അകത്തുനിന്നുള്ള ഒരു കണ്ണ്, അത് തുറക്കാൻ ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ. അങ്ങനെ അകക്കണ്ണും പുറമേയുള്ള, അകക്കണ്ണ് തുറന്നാൽ നമ്മൾ കാണുന്ന ഈ ലോകത്തിന്റെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അകക്കണ്ണും പുറമേയുള്ള കണ്ണും തുറക്കാൻ പാകത്തിന് ഗൂഢമായിട്ടുള്ളതും ശക്തമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു പ്രകാശം, അതിൻ്റെ സ്വരൂപത്തോടു കൂടിയവനാണ് ഭഗവാൻ. ഭഗവാൻ മുഴുവൻ പ്രകാശമാണ്, പ്രകാശസ്വരൂപനാണ്.
ധ്യാനത്തിൽ ഭഗവാന്റെ എല്ലാ ധ്യാനങ്ങളിലും 1000 സൂര്യന്റെ പ്രകാശത്തോടു കൂടിയവൻ എന്നാണ് പറയുക. പല ഭഗവത് ധ്യാനങ്ങളിലും ഭാസ്വത് സഹസ്ര പ്രഭം, 1000 ഉദിച്ചുയരുന്ന സൂര്യന്റെ ഉദിച്ചുയരുന്ന സൂര്യന്റെ പ്രകാശം, അങ്ങനെ 1000 സൂര്യന്മാരുടെ പ്രകാശത്തോടു കൂടിയവൻ. ആ പ്രകാശത്തിന്റെ പ്രത്യേകത ഓരോ ജീവന്റെയും അകക്കണ്ണിനെയും അകത്തും പുറത്തുമുള്ള ചക്ഷുക്കളെ തുറക്കാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. അത്രയും പ്രകാശമാനമാണ്. അങ്ങനെയുള്ള പ്രകാശത്തോടു കൂടിയവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ അർച്ചിഷ്മാൻ എന്ന് നാമം. അടുത്തത് 640 നാമം അർച്ചിത. അർച്ചിത അർച്ചിത എന്ന വാക്കിന് അർച്ചിക്കപ്പെടുന്നവൻ എന്നർത്ഥം. നിരന്തരം അർച്ചിക്കപ്പെടുന്നവൻ, നിരന്തരം പൂജിക്കപ്പെടുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. ഭാഷകാരൻ പറയുന്നു, മുകളിൽ പറഞ്ഞ ഭഗവാന്റെ സ്വരൂപമെല്ലാം തന്നെ സത്യമാണെന്ന് സ്ഥാപിക്കുന്നു അർച്ചിത എന്ന നാമം കൊണ്ട്. അർച്ച എന്നാൽ അർച്ചാവതാരം. അത് ഭഗവാന്റെ പരരൂപം പോലെ മുന്നിൽ കാണാൻ സാധിക്കാത്തതല്ല. ദേവൻ, മനുഷ്യൻ തുടങ്ങിയവരെ പോലെ ഒരു സമയത്ത് മാത്രം ഉള്ളതും മറ്റ് സമയങ്ങളിൽ ഇല്ലാത്തതും അല്ല. ക്ഷേത്രം, മറ്റ് സ്ഥലങ്ങൾ, ഗുഹകൾ എന്നിവയിൽ എല്ലായ്പ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. ഈ അർച്ചാതത്വത്തിന്റെ രഹസ്യം ബോധായന സ്മൃതി, വൈഷ്ണവ സ്മൃതി, പുരാണങ്ങൾ തുടങ്ങിയവയിൽ ലഭിക്കുന്നതാണ്. അപ്പൊ അർച്ചാവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. അർച്ചാവതാരത്തിൽ ഭഗവാൻ നിരന്തരം അർച്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ അർച്ചാവതാരത്തെ കുറിച്ച് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 5 രീതിയിലാണ് ഭഗവാന്റെ രൂപം വരുന്നത് വൈഷ്ണവ ദർശനം, ശ്രീ വൈഷ്ണവരുടെ ദർശനത്തിൽ. പരം, രൂപം, വിഭവം, അന്തര്യാമി, അർച്ച. അപ്പൊ അതിൽ അർച്ചയ്ക്ക് പ്രാധാന്യം ഏറുന്നത്, അർച്ച എന്ന് പറയുന്നത് നശ്വരമല്ല, അനശ്വരമാണ്. അർച്ച എന്ന് പറയുന്നത് പരരൂപം പോലെയല്ല, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. ഏതൊരാൾക്കും ഭഗവാനെ ദർശിക്കണം എന്നുണ്ടെങ്കിൽ ഈ അർച്ചാസ്വരൂപത്തെ കണ്ടാൽ മതി. അർച്ചാസ്വരൂപം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. മുകളിൽ പറഞ്ഞ ഭഗവാന്റെ സ്വരൂപം എല്ലാം തന്നെ സത്യമാണെന്ന് സ്ഥാപിക്കുന്നു. എന്താണ് മുകളിൽ പറഞ്ഞ ഭഗവാന്റെ സ്വരൂപം? എത്രയൊക്കെ ഐശ്വര്യത്തോടു കൂടിയവനാണെങ്കിലും ഭഗവാൻ സൗശീല്യത്തിനുടമയാണ്. ഏറ്റവും ഉത്തമമായിട്ടുള്ള ശീലത്തിന് ഉടമയാണ്. എന്താണ് ആ ശീലം? അത് തന്നെ നിരന്തരം സ്മരിക്കുന്നവരിൽ, തന്നെ വിളിക്കുന്നവരിൽ എപ്പോഴും ഭഗവാൻ പ്രസാദിക്കുന്നു എന്നുള്ളതാണ്. അത് ആരോ ആയിക്കൊള്ളട്ടെ, അത് ധനികനായിക്കോട്ടെ, ദരിദ്രനായിക്കോട്ടെ, അത് നമ്മൾ ഏത് തരത്തിലുള്ള ആളുമായിക്കോട്ടെ, അത് തന്നെ ഒരു അംശമാണെന്ന് കണ്ട് ഭഗവാൻ അവരുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെല്ലുകയും അവരുടെ മുകളിൽ കൃപയെ വർഷിക്കുകയും ചെയ്യുന്നു. അതാണ് ഭഗവാന്റെ സൗശീല്യം. അത് സത്യമാണ് എന്ന് സ്ഥാപിക്കുകയാണ് അർച്ചിത എന്നുള്ള നാമം കൊണ്ട്. എന്തുകൊണ്ടാണ്? ഈ അർച്ചാബിംബത്തെ എപ്പോൾ വേണമെങ്കിലും ഒരു ഭക്തന് കാണാൻ സാധിക്കും. അർച്ചാബിംബത്തിനെ ആർക്ക് വേണമെങ്കിലും കാണാൻ സാധിക്കും. ഒരു ക്ഷേത്രത്തില് അർച്ചാബിംബത്തെ ആർക്കും കാണാൻ എപ്പോൾ വേണമെങ്കിലും കാണാൻ സാധിക്കും. അതാണ് അർച്ചയുടെ പ്രത്യേകത. ഭഗവാനെ നമ്മൾ വിചാരിക്കുമ്പോൾ കാണാം. അത് ഭഗവാന്റെ പരരൂപം പോലെ മുന്നിൽ കാണാൻ സാധിക്കാത്തതല്ല. പരരൂപത്തിനെ കാണാൻ സാധിക്കില്ല. കാരണം പരരൂപം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലും കൂടെ ഉള്ള ആളാണ്. നമ്മളുടെ ഉള്ളിൽ ദ്രഷ്ടാവായിട്ട് നിൽക്കുന്നതും കൂടിയാണ് പരരൂപം. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും ഉള്ളിൽ അതിനെ അറിഞ്ഞുകൊണ്ട് നിലനിൽക്കുന്ന രൂപം, അതാണ് പരരൂപം. അതിൻ്റെ എല്ലാത്തിൻ്റെയും കളക്റ്റീവായിട്ടുള്ള ഞാനെന്ന് ബോധം.
അതാണ് പരരൂപം. ആ പരരൂപത്തിനെ നമുക്ക് ദർശിക്കാനോ സ്പർശിക്കാനോ എന്തെങ്കിലും ചെയ്യാനോ സാധിക്കില്ല. കാരണം പരരൂപം നമ്മളുടെ ഉള്ളിൽ ഈ ദ്രഷ്ടാവായി, തൊടുന്നവനായി, അതിനെ അനുഭവിക്കുന്നവനായിട്ട് നിലനിൽക്കുന്നവരാണ്. പക്ഷെ അർച്ച അങ്ങനെയല്ല. അർച്ചയെ നമുക്ക് കാണാം, അർച്ചയെ നമുക്ക് ആരാധിക്കാം, അർച്ചയെ നമുക്ക് സ്തുതിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. കാരണം ഭഗവാൻ അർച്ചാരൂപത്തിൽ വന്നത് ഭഗവാന്റെ കൃപയാണ് എന്നാണ് പറയുന്നത്. ആ കൃപ കൊണ്ടാണ്, കൃപാതിരേകം കൊണ്ടാണ് ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്ക് കാണാൻ വേണ്ടി അർച്ചാ സ്വരൂപത്തിൽ അവതരിച്ചത്. ദേവൻ, മനുഷ്യൻ തുടങ്ങിയവരെ പോലെ ഒരു സമയത്ത് മാത്രം ഉള്ളതും മറ്റു സമയങ്ങളിൽ ഇല്ലാത്തതുമല്ല. നമ്മളെ പോലെ നമ്മളൊരു സമയത്തിൻ്റെ ഒരു ബിന്ദുവിൽ പ്രത്യക്ഷമായി അടുത്ത ബിന്ദുവിൽ അപ്രത്യക്ഷമാവുന്നവരാണ്. നമ്മളെ പോലെയല്ല. അർച്ച എന്ന് പറയുന്നത് ഒരിക്കൽ പ്രതിഷ്ഠിച്ചാൽ അത് എല്ലായ്പ്പോഴും നിലനിൽക്കും. പ്രതിഷ്ഠിക്കുന്ന സമയത്ത് പ്രതിഷ്ഠിക്കുന്നയാൾ ചെയ്യുന്ന സങ്കല്പം അതാണ്. ചിരകാലം അത് അവിടെ തന്നെ നിലനിൽക്കണം എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് അതവിടെ പ്രതിഷ്ഠിക്കുക. അപ്പം ഭഗവാൻ എല്ലായ്പ്പോഴും ആ ക്ഷേത്രത്തിൽ ഉണ്ട്. അതിനെ ആർക്ക് വേണമെങ്കിലും കാണാം. ക്ഷേത്രം, മറ്റ് സ്ഥലങ്ങൾ, ഗുഹകൾ എന്നിവയിൽ എല്ലായ്പ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. ക്ഷേത്രങ്ങൾ, അതുപോലെ ഭഗവാൻ സ്വയംഭൂവായിട്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഉടലെടുക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഗുഹകൾ എന്നിവയിൽ എല്ലായ്പ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. ഈ അർച്ചാതത്വത്തിൻ്റെ രഹസ്യം ബോധായന സ്മൃതി, വൈഷ്ണവ സ്മൃതി, പുരാണങ്ങൾ തുടങ്ങിയവയിൽ ലഭിക്കുന്നതാണ്. ഇതും ഒരു രഹസ്യ സ്വരൂപമാണ്. അർച്ചാതത്വത്തെ കാണാമെങ്കിലും കാണാം, നമുക്ക് ആരാധിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ അതിനും ഒരു രഹസ്യാത്മകത ഉണ്ട്. അത് വിവിധ സ്മൃതി ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും നമുക്ക് മനസ്സിലാക്കാം. വൈഷ്ണവധർമ്മത്തിൽ ഇപ്രകാരം പറയുന്നു: സ്വരൂപാം പ്രതിമാം വിഷ്ണോഃ പ്രസന്ന വദനേക്ഷണാം കൃത്വാത്മനഃ പ്രീതികരീം സുവർണ രജതാദിഭിഃ താം അർച്ചയേത്, താം പ്രണമേത്, താം യജേത്, താം വിചിന്തയേത് വിശത്യപാസ്തദോഷസ്തു താമേവ ബ്രഹ്മരൂപിണീം. ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രസന്നവദനത്തോടു കൂടിയതും തനിക്ക് ഏറ്റവും കൂടുതൽ പ്രീതിയെ തരുന്നതും നല്ല രൂപത്തോടു കൂടിയതുമായ പ്രതിമയെ സ്വർണം, വെള്ളി തുടങ്ങിയവയെ കൊണ്ട് നിർമ്മിച്ച് അതിനെ അർച്ചിക്കുകയും പ്രണമിക്കുകയും അതിനെ യജിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്താൽ അത് ചെയ്യുന്നവരുടെ പാപങ്ങളെല്ലാം അകന്ന് അവർ ബ്രഹ്മരൂപിണിയായ ആ അർച്ചയിൽ ലയിച്ചു ചേരുന്നു. അർച്ചയുടെ മഹാത്മ്യം പറയാണ്. അപ്പോൾ ഭഗവാന്റെ ഒരു പ്രതിമ എപ്രകാരമുള്ളതായിരിക്കണം? പ്രസന്നവദനത്തോടു കൂടിയത്, തനിക്ക് ഏറ്റവും കൂടുതൽ പ്രീതിയെ തരുന്നത്, തനിക്ക് കണ്ടാൽ സന്തോഷമാകുന്ന രീതിയിൽ നല്ല രൂപത്തോടു കൂടിയതുമായ പ്രതിമയെ സ്വർണം, വെള്ളി തുടങ്ങിയവയെ കൊണ്ട്, സ്വർണം, വെള്ളി, മറ്റു ലോഹങ്ങൾ, മരം, കല്ല്, ചിത്രമായിട്ട്, അല്ലെങ്കിൽ പിന്നെ ഈ സിക്കത്തെന്ന് പറയും, മണൽ കൊണ്ട് ചിലർ വരയ്ക്കാറുണ്ട്. അങ്ങനെ പലതുകൊണ്ടും നമുക്ക് അർച്ചയുണ്ടാക്കാം. ഈ അർച്ചയുണ്ടാക്കിയിട്ട് അതിനെ അർച്ചിക്കുക, അതിനെ അർച്ചിക്കുകയും പ്രണമിക്കുകയും അതിനെ യജിക്കുക എന്ന് പറഞ്ഞാൽ പൂജിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ആ രൂപത്തെക്കുറിച്ചും ആ രൂപത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ചും ചിന്തിക്കുക, അല്ലെങ്കിൽ ആ രൂപത്തിനെ ധ്യാനിക്കുക ഇത്രയും ചെയ്താൽ അത് ചെയ്യുന്നവരുടെ പാപങ്ങളെല്ലാം അകന്ന് അവർ ബ്രഹ്മരൂപിണിയായ ആ അർച്ചയിൽ ലയിച്ചു തീരുന്നു. അർച്ച എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാന്റെ രൂപം തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ ബ്രഹ്മരൂപിണി എന്ന് പറഞ്ഞത്. ബ്രഹ്മരൂപിണി എന്ന് പറഞ്ഞത് അർച്ച എന്ന് പറയുന്നത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഇവിടെ
ബ്രഹ്മരൂപിണി എന്ന് പറഞ്ഞത്. അങ്ങനെ ബ്രഹ്മരൂപിണിയായ ആ അർച്ചയിൽ ലയിച്ചു ചേരുന്നു. അപ്പം ഇങ്ങനെ ഈ അർച്ചാസ്വരൂപത്തിൽ നിലനിന്ന് എല്ലാവരാലും നിരന്തരം അർച്ചിക്കപ്പെടുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ അർച്ചിത എന്ന് നാമം. അടുത്തത് കുംഭ. 641 നാമം കുംഭ. ഈ കുംഭ ശബ്ദത്തിന് 2 രീതിയിലാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളത്. ഭാഷ്യകാരൻ പറയുന്നത് കേൾക്കാം. ഭഗവത് ഭക്തന്മാർ ഏറ്റവും സുന്ദരനായ ഭഗവാനെ തങ്ങൾക്ക് പരിചിതമായ ഏറ്റവും സുന്ദരമായ വസ്തുക്കളെ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്നു എന്നതിനാൽ കുംഭ എന്ന് നാമം. ആദ്യത്തെ അർത്ഥം കുംഭ എന്നുള്ളതിനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കപ്പെടുന്നവൻ, ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നവൻ, എല്ലാവരെയും എപ്പോഴും ആകർഷിക്കുന്നവൻ എന്നൊക്കെയാണ് കുംഭ എന്നുള്ള നാമത്തിന് അർത്ഥം. എങ്ങനെയാണത്? ഭഗവത് ഭക്തന്മാർ ഏറ്റവും സുന്ദരനായ ഭഗവാനെ തങ്ങൾക്ക് പരിചിതമായ ഏറ്റവും സുന്ദരമായ വസ്തുക്കളെ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം തോന്നുന്ന വസ്തുക്കളെ എടുക്കുക. അതിപ്പോൾ എന്തുമാവാം. വസ്ത്രങ്ങളാവാം, കാറാകാം, പേനയാകാം, പുസ്തകമാവാം, എന്തും ആവാം. അത് മനുഷ്യരാകാം, എന്തും ആവാം. അതിൽ നമ്മൾ അവരോട് അട്രാക്റ്റഡ് ആവുന്നത് അവരുടെ എന്തെങ്കിലും ഒരു ഗുണം കണ്ടിട്ടായിരിക്കാം. അത് സൗന്ദര്യമായിരിക്കാം, വേറെ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ നമ്മൾ ഏതുപോലെയാണോ ആ ഒരു വസ്തുവിനോട് നമ്മൾ ആകർഷിക്കപ്പെടുന്നത്, അതേപോലെ തന്നെ ഭഗവാന്റെ ഭക്തന്മാര് ഭഗവാനോട് ആകർഷിക്കപ്പെടുന്നു. ഈ ലോകത്ത് ഏറ്റവും ആകർഷിക്കപ്പെടാത്തക്ക രീതിയിലുള്ള സൗന്ദര്യം ഭഗവാനുണ്ട്. തനിക്ക് പരിചിതമായിട്ടുള്ള വസ്തുക്കളോട് ആകർഷണം തോന്നുന്നത് പോലെ തന്നെയാണ് ഭഗവത് ഭക്തന്മാരെ സംബന്ധിച്ച് ഭഗവാനോടും ആകർഷണം തോന്നുന്നത്. അങ്ങനെ എപ്പോഴും ആകർഷിക്കപ്പെടുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ കുംഭ എന്ന് നാമം. കു ശബ്ദത്തിന് അടുത്ത അർത്ഥം പറയണം. കു ശബ്ദത്തിന് ഭൂമി എന്നർത്ഥം. നേരത്തെ പറഞ്ഞ ക്ഷേത്രങ്ങൾ, മറ്റ് ഭഗവത് സങ്കേതങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടിയ ധ്യാനം, ആരാധന എന്നിവ നടക്കുന്നതും ജന്മമരണ മാത്രം കൊണ്ട് സ്വൽപ്പമായ സംബന്ധം ഉള്ളതുമായ ഭൂമിയിൽ യമഭടന്മാർ തുടങ്ങിയവരുടെ ഭയത്തെ നീക്കം ചെയ്ത് മഹാപ്രഭാവം കൊണ്ട് ഭഗവാൻ പ്രകാശിക്കുന്നു അഥവാ വാഴുന്നു എന്നതിനാലും കുംഭ എന്ന് നാമം. കു എന്നുള്ള ശബ്ദത്തിന് ഭൂമിയിൽ ഭൂമി, അത് അവിടെ പ്രകാശിക്കുന്നു, ഭാസത്തെ എന്നുള്ളത് കൊണ്ട് കുംഭ എന്ന് നാമം. കും ഭാസത്തെ ഇതി കുംഭ. ഭൂമിയിൽ പ്രകാശിക്കുന്നു. ഭൂമി എന്ന് പറയുന്നത് എന്താണ്? ക്ഷേത്രങ്ങൾ, മറ്റ് ഭഗവത് സങ്കേതങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടിയ ധ്യാനം, ആരാധന എന്നിവ നടക്കുന്ന സ്ഥലം. അവിടെ ഭൂമിയിൽ യമഭടന്മാർ തുടങ്ങിയവരുടെ ഭയത്തെ നീക്കം ചെയ്ത് മഹാപ്രഭാവം കൊണ്ട് ഭഗവാൻ പ്രകാശിക്കുന്നു. അപ്പൊ അർച്ചാബിംബത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി അർച്ചാബിംബം നിലകൊള്ളുന്ന ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ക്ഷേത്ര ഭൂമിയെ ആണ് ഇവിടെ കും എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്ഷേത്രഭൂമിയിൽ പ്രകാശിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് കുംഭ എന്ന് നാമം. തുടർന്ന് പറയുന്നു, ആ ക്ഷേത്രത്തെക്കുറിച്ച്, ക്ഷേത്രത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച്, ഭഗവത് ക്ഷേത്രത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആഭാസയതി തദ്ഭാഗം പരിതസ്തദ്വദേവഹി. ഭഗവാന്റെ ക്ഷേത്രം എന്നത് അതിനെ പോലെ തന്നെ അതിന് ചുറ്റുമുള്ളതിനെയും പ്രകാശിപ്പിക്കുന്നു. ഭഗവാന്റെ ക്ഷേത്രം എന്നത് പ്രകാശിക്കപ്പെടുന്ന ഒരു വസ്തുവാണ്. പക്ഷെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം മാത്രമല്ല, ക്ഷേത്രത്തെ മാത്രമല്ല പ്രകാശിപ്പിക്കുക,
അത് ആ സ്ഥലം നിൽക്കുന്ന മൊത്തം പ്രദേശത്തെയും അത് പ്രകാശിപ്പിക്കുന്നു. പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പുണ്യമാക്കുന്നു എന്നർത്ഥം. അപ്പൊ ക്ഷേത്രം നിൽക്കുന്ന ഭൂമിയും ക്ഷേത്രം നിൽക്കുന്ന ആ ഭൂമിയും ഭഗവാനാൽ പ്രകാശിക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ പുണ്യമായിട്ടുള്ളതാണ്. തുടർന്ന് പറയുന്നു, ഇത് ആഗമങ്ങളിൽ നിന്ന് പറയുന്നതാണ്, സംഹിതകളിൽ പറയുന്നതാണ്. യസ്മാത് ദേവാലയോദ്ദേശാത് ശുദ്ധമാത ജലജസ്യ ച ഭവേത് ശബ്ദാനുവേദശ്ച താവത് ക്ഷേത്രം തദുച്യതേ ഇത്യാദൗ സീമാവധി വികൽപാശ്ച ദർശിതാ. അപ്പൊ ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ്? അർച്ചാബിംബം ഇരിക്കുന്ന ഭഗവത് ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ്? അത് ആ ക്ഷേത്രം എന്ന് പറയുന്ന ആ സ്ഥലം മാത്രമല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താണെന്ന് പറയുന്നു, ദേവാലയത്തിൽ നിന്നും ശംഖധ്വനി ഉണ്ടായാൽ എവിടം വരെ അത് പ്രതിധ്വനിക്കുന്നുവോ അവിടം വരെ ആ ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു. പൗഷ്കര സംഹിതയിൽ പറയുന്നതാണത്. അപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ ശ്രീകോവിലോ അത് നിൽക്കുന്ന അല്ലെങ്കിൽ ബലിപ്പുരയോ അത് മാത്രമല്ല. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം നിൽക്കുന്ന ആ പ്രദേശം കൂടെ കൂടിയതാണ്. ഭഗവത് സങ്കേതം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രം മാത്രമല്ല, ആ ക്ഷേത്രം നിൽക്കുന്ന മൊത്തം പ്രദേശവും ആ ഗ്രാമവും അല്ലെങ്കിൽ ആ നഗരവും കൂടി ആണ്. അതിനുദാഹരണമായിട്ട് പറയുന്നു, അല്ലെങ്കിൽ അതിന് ദൃഷ്ടാന്തമായിട്ട് പറയുന്നു, ദേവാലയത്തിൽ നിന്നും ശംഖധ്വനി ഉണ്ടായാൽ, ദേവാലയത്തിൻ്റെ അകത്ത് ശംഖ് വിളിക്കുകയാണെങ്കിൽ ആ ശംഖിൻ്റെ ധ്വനി എവിടെ വരെ പ്രതിധ്വനിക്കുന്നുവോ അത്രയും പ്രദേശം അത് ക്ഷേത്രമാണ്. അതിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്, അല്ലാണ്ട് ആ കെട്ടിടത്തെ മാത്രമല്ല. ഇതേ കാര്യം നമുക്ക് സാത്വത സംഹിതയിലും കാണാം. സാത്വത സംഹിതയിൽ പറയുന്നത് ദേവാലയത്തിൻ്റെ അകത്തു നിന്നും ഒരു മണിയൊച്ച ഉണ്ടായാൽ ആ മണിയൊച്ച എവിടം വരെ പ്രതിധ്വനിക്കുന്നുവോ അത്രയും ചുറ്റളവില് അത് ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ഭഗവത് സങ്കേതമാണ്. ഇതുകൊണ്ട് ക്ഷേത്രസീമകളുടെ വികല്പത്തെ പറയുന്നു. അപ്പൊ ക്ഷേത്രസീമ എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിനകത്ത് മാത്രമല്ല, അതിന് പുറത്തും വ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് പറയുന്നു, ഐഹികാമുഷ്മികീ യത്ര സിദ്ധിർഭവതി ദേഹിനാം അണിമാദ്യഷ്ടകോപേത സ്വശക്തിയ സ്വാത്മനാതു വൈ അധ്വാവനിഷു സർവാസു നിത്യം കുർവന്തി സന്നിധിം മുക്തയേ സർവഭൂതാനാം വിശേഷേണ തു വൈ ഭുവി. ഭഗവാന്റെ ഇത്തരത്തിലുള്ള സന്നിധികളിൽ വസിക്കുന്ന ഐഹികവും ആമുഷ്മികവും ആയ സിദ്ധിയെ പ്രാപിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് അണിമാദി അഷ്ടസിദ്ധികൾ ലഭിക്കുന്നു. ക്ഷേത്രത്തിൽ താമസിക്കുന്ന എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഈ ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന. ഇപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ കെട്ടിടത്തിന് ചുറ്റുമുള്ള മുഴുവനായിട്ടുള്ള പ്രദേശം. ഈ ശംഖധ്വനിയും ഈ മണിയുടെ ഒച്ചയും ഒക്കെ എവിടം വരെ പ്രതിധ്വനിക്കുന്നുവോ അത് മുഴുവൻ. അങ്ങനെയുള്ള ഭഗവത് സങ്കേതത്തിൽ വസിക്കുന്ന ഒരാൾ, അയാൾക്ക് ഐഹികവും ആമുഷ്മികവുമായിട്ടുള്ള ഈ ലോകത്തും പരലോകത്തുമുള്ള സിദ്ധികളെ ആഗ്രഹിക്കുകയാണ് എങ്കിൽ, അയാൾ ക്ഷേത്ര സന്നിധിയിൽ ജീവിക്കുന്നു, അയാൾക്ക് സിദ്ധികൾ വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അയാൾക്ക് അണിമാദി അഷ്ടസിദ്ധികളും ലഭിക്കുന്നു. അയാൾക്ക് എല്ലാ തരത്തിലുള്ള സിദ്ധികളും ഉണ്ടാകുന്നു. ഭഗവാൻ ആ ക്ഷേത്രത്തിൻ്റെ വഴികളിലും ഇടവഴികളിലും എല്ലായ്പ്പോഴും എല്ലാ ഭൂതങ്ങളുടെയും മുക്തിക്കായി സന്നിഹിതനായിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ കെട്ടിടത്തിനകത്തും ആ വട്ടത്തിനകത്തും ബലിക്കല്ലിനകത്തും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് പുറത്തേക്ക് വ്യാപിച്ച് നിൽക്കുന്നതാണ്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഇടവഴികളിലും ക്ഷേത്രത്തിലേക്ക് പോകുന്ന സാധാരണ വഴികളിലും അതിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളിലും ഒക്കെ ആ ക്ഷേത്രം വ്യാപിച്ച് കിടക്കുന്നുണ്ട്, ആ ഭഗവത് സങ്കേതം വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിന് പുറത്തേക്ക്
ആറാട്ടിനൊക്കെ വേണ്ടി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗ്രാമബലി തുടങ്ങിയിട്ടുള്ള ബലികൾക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഈ അവിടെയൊക്കെയുള്ള എല്ലാ സൂക്ഷ്മ ദേവതകൾക്കും ബലി തൂകുന്നത്. ഈ സൂക്ഷ്മ ദേവതകളൊക്കെ ഈ ക്ഷേത്ര ദേവതയുടെ അംഗങ്ങളാണ്. അവിടെ അപ്പൊ ഭഗവാൻ ക്ഷേത്രത്തിന്റെ വഴികളിലും ഇടവഴികളിലും എല്ലായ്പ്പോഴും എല്ലാ ഭൂതങ്ങളുടെയും മുക്തിക്കായി സന്നിഹിതനായിരിക്കുന്നു. അപ്പൊ ആ വഴികളിലും ഇടവഴികളിലും മുഴുവൻ ഈശ്വര സാന്നിധ്യമുണ്ട്. എവിടെയാണോ ക്ഷേത്രം നിൽക്കുന്നത് അതിൻ്റെ ചുറ്റുമുള്ള വഴികളിലും ഇടവഴികളിലും. തുടർന്ന് പറയുന്നു, ത്രാഹീത്യുക്ത്വാ ജഗന്നാഥം ക്ഷിപ്രം സ്ത്രീ ബാലപൂർവകൈഃ ജ്ഞാത്വാ വിമുക്തദേഹം തു സഹ പുര്യഷ്ടകേന തു മഹതാ തുര്യഘോഷേണ കൃത്വാ രഥരവേതു വൈ ജിത്വാന്തക ഭടാൻ രൗദ്രാൻ ബലാത് ക്ഷേത്രേശ കിങ്കരാഃ ആനീയ ക്ഷേത്രനാഥസ്യ അഭിത ഖ്യാപയന്തി ച ദേവേ ക്ഷേത്രേ ത്വദീയസ്യ വിമുക്തം പാഞ്ചഭൗതികം ശരീരമദ്യനാഥസ്യ കുരു ശശ്വത് യഥോചിതം ക്ഷേത്രനാഥസ്തു തദ്വാക്യം സമാകർണ്യ ഗണേരിതം കരുണാനുഗതേനൈവ തന്നിരീക്ഷ്യതു ചക്ഷുഷാ. ക്ഷേത്ര പരിസരത്ത് വെച്ചിട്ട് ഒരാൾ തൻ്റെ ദേഹം വെടിയുകയാണ് എങ്കിൽ അയാൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ക്ഷേത്ര പരിസരത്ത് ജീവിക്കുന്ന യാതൊരാളാണോ മരണസമയത്ത് ഭാര്യാസന്താനങ്ങളോടും കൂടി ചുറ്റപ്പെട്ടവനായി ഭഗവാനോട് അല്ലയോ ജഗന്നാഥ എന്നെ രക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിക്കുന്നത്, അയാളുടെ സമീപം ആ ക്ഷേത്രേശന്റെ കിങ്കരന്മാർ വാദ്യഘോഷങ്ങളോടുകൂടി വന്ന് രൗദ്രന്മാരായ യമഭടന്മാരെ ബലപൂർവം ജയിച്ച് ആ ക്ഷേത്രേശന്റെ അടുത്ത് കൊണ്ടുവന്ന് ഇപ്രകാരം അറിയിക്കുന്നു, അല്ലയോ ദേവ, അവിടുത്തെ ക്ഷേത്രത്തിൽ ജീവിച്ചിരുന്ന ഇയാൾ തൻ്റെ പാഞ്ചഭൗതിക ശരീരം വെടിഞ്ഞിരിക്കുന്നു, അവിടുന്ന് വേണ്ടത് ചെയ്താലും. ഇങ്ങനെ തൻ്റെ പരിചാരകന്മാരാൽ ഉണർത്തിക്കപ്പെട്ട ആ ഭഗവാൻ തൻ്റെ കരുണാർദ്രമായ കണ്ണുകളാൽ ആ ജീവനെ കടാക്ഷിച്ച് അനുഗ്രഹിക്കുന്നു. ഇവിടെ ക്ഷേത്രത്തിൽ വെച്ച് മരണപ്പെടുമ്പോൾ എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ വെച്ച് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ക്ഷേത്ര പരിസരത്ത്, ഇപ്പൊ ക്ഷേത്രത്തിനടുത്താണ് വീട് എങ്കിൽ ആ വീട്ടിൽ വെച്ച് മരണപ്പെട്ടാൽ, അങ്ങനെ മരിച്ചാൽ അയാളുടെ ജീവൻ, ആ ജീവന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കേട്ടത്. ഭഗവാന്റെ കിങ്കരന്മാർ വന്ന് യമഭടന്മാരിൽ നിന്നും അയാളെ രക്ഷിച്ച് ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ ഉണർത്തിക്കുന്നു. അതായത് അവിടുത്തെ ക്ഷേത്രസന്നിധിയിൽ വെച്ചാണ് ഇയാൾ മരിച്ചിട്ടുള്ളത്, ഇനി എന്താണ് അവിടുത്തെ ഈ ഹിതമെങ്കിൽ അത് ചെയ്താലും എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ വളരെ തൻ്റെ കരുണാർദ്രമായിട്ടുള്ള കണ്ണുകളോടുകൂടി ആ ജീവനെ നോക്കുന്നു. നമ്മളിതിനു മുമ്പ് കണ്ടു ഭഗവാന്റെ നോട്ടം, കടാക്ഷം, നോട്ടം ആണ് അനുഗ്രഹം. അങ്ങനെ ഭഗവാൻ ആ ജീവനെ അനുഗ്രഹിക്കുന്നു. ഇപ്രകാരം തൻ്റെ സന്നിധിയിൽ ദേഹം വെടിഞ്ഞവർ അവരവരുടെ ഗതിക്കനുസരിച്ച് ഭഗവാനാൽ സ്വയമോ തൻ്റെ കിങ്കരന്മാരാലോ ശുദ്ധരാക്കപ്പെട്ട് താന്താങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് അടുത്ത ജന്മത്തിലേക്കോ ഭഗവാനിലേക്കോ നയിക്കപ്പെടുന്നു. അപ്പോൾ ഓരോ ജീവനും ഓരോ ഗതിയാണ്. അപ്പോൾ ഏത് ജീവനാണോ ആ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് മരിക്കുന്നത്, ആ ജീവൻ ഒന്നുകിൽ ഭഗവാൻ സ്വയം വന്നിട്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ കിങ്കരന്മാർ വന്നിട്ട് കൊണ്ടുപോയിട്ട് അടുത്ത എങ്ങോട്ടാണോ ഗതി അങ്ങോട്ട് നയിക്കുന്നത്. ഭഗവാനിലേക്കാണ് ഗതിയെങ്കിൽ ഭഗവാനിലേക്ക് നയിക്കുന്നു. അല്ല, ഇനി തൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് അടുത്ത വേറൊരു രൂപത്തിലേക്ക് രൂപമെടുക്കാൻ അടുത്ത ജന്മത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ അങ്ങനെ നയിക്കുന്നു. അപ്പൊ ഇത് എങ്ങനെയാണെങ്കിലും ഇവിടെ പ്രധാനം ഈ അർച്ച നിലനിൽക്കുന്ന ക്ഷേത്രം, ആ ക്ഷേത്രം എത്ര കണ്ടും പവിത്രമാണ് എന്നുള്ളതാണ് ഈ സംഹിതകളിലെ ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അർച്ച സ്ഥിതി ചെയ്യുന്ന ആ ക്ഷേത്രത്തിൽ പ്രകാശിക്കുന്നവൻ, നിലനിൽക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് കുംഭ എന്ന് നാമം.